പരിചയമുണ്ടെന്ന് എനിക്കറിയാം. ഇവൻ എന്റെ റൂംമേറ്റ്സ് ആണ്. ഇതുപോലെ കുറെ അലമ്പ് പിള്ളേരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ എന്തിനാണ് വന്നത്? ചുമ്മാ ഒന്നില്ല, വേറെ പണിയില്ല. നമ്മളെ പരിചയപ്പെടുത്തണം. പിന്നെ ഫോണിന്റെ മുന്നിൽ വരുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ബ്യൂട്ടി ഒക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, മുടിയൊക്കെ ഒന്ന് കെട്ടി, ഇവളൊരു പൊട്ടൊക്കെ തൊട്ടു. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങൾ എല്ലാവരോടും പറയാം ഞങ്ങൾ ഇത് നാച്ചുറൽ. പറഞ്ഞോളൂ. ഇവള് കോളേജിൽ പഠിക്കുന്നു. കുട്ടിയെ കാണാൻ. ജോലി എന്ത് ജോലി? അങ്ങനൊന്നുമില്ല. ജോലി ഇല്ലാത്ത ജോലി ചെയ്യുന്ന അതാണ് അവളുടെ ജോലി. അതാണ് ഇവിടെ എത്രയും പെട്ടെന്ന് ജോലി ഇറങ്ങുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവളെ വേണ്ടത് കൊണ്ടാണ് ആ കമ്പനിക്കാർ അവളെ എടുത്തത്. ഗൈസ്, നിങ്ങൾ അത് മനസ്സിലാക്കണം. എന്താ വെച്ചാൽ ഞാനും ഇവിടെ ഒക്കെ എന്താണ് IT ഫീൽഡിലാണ്. IT ഫീൽഡ് വളരെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. പൈസ ഉണ്ടാക്കാവുന്നവർക്ക് മനസ്സമാധാനം അത് തീരെയില്ല. തീരെ ഇല്ലാത്തൊരു സാധനമാണ് മനസ്സമാധാനം. ഇതൊക്കെ കേട്ട് പഠിച്ചോണം. ഈ IT ഫീൽഡിൽ നീ വേറെ എന്തേലും പോയി രക്ഷപ്പെട്ടു. വേറെ ഗൾഫിലൊക്കെ പോയി അതൊക്കെ നിനക്ക് നല്ലത്. എന്താവും എനിക്കറിയില്ല. പക്ഷെ ഇതുപോലത്തെ ഞങ്ങൾ തലച്ചതല്ലേ, ഞങ്ങൾ IT ഫീൽഡ് ഇങ്ങനെ ആക്കിയതാണ്. ഹലോ ഗൈസ്, ഇപ്പൊ ഒരു സംഭവം പറ്റി. ഞങ്ങൾ വെച്ചിരുന്ന സ്റ്റാൻഡ് പറഞ്ഞു വീണു. പക്ഷെ ഞങ്ങൾ ഫോണിനൊക്കെ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞോണ്ടിരിക്കുന്നു. തലവേദന. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങള്? ടെക്നോ പാർക്കിൽ തന്നെ ഉള്ളു. മീൻസ് നമ്മുടെ കരിക്കിനകത്ത് അവര് പറഞ്ഞ പോലെ കറങ്ങുന്ന കസാരയും AC-യുടെ കീഴിൽ ഇരിക്കുന്നതേ ഉള്ളു. വളരെ മോശമാണ് ലൈഫ്. ഓപ്പോസിറ്റ് ബിൽഡിംഗില്ല. എനിക്ക് 11 മണിയാകുമ്പോ ഒരു കോൾ വരും. പിന്നെ നമ്മളെ പോയി ചായ ഒക്കെ കുടിക്കും, തിരിച്ചു വരും. ഇതൊക്കെ തന്നെയാണ് ലൈഫ്. ഞാനവിടെ എൻജോയ് ചെയ്യുന്ന സ്കൂളായതുകൊണ്ട് കോളേജ് ആയതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. വർക്ക് ആയതുകൊണ്ട് അതിപ്പോ എല്ലാരും ഇങ്ങനെയാണ്. വർക്കിന് കയറി കഴിയുമ്പോ ഇല്ല, പണ്ട് പറഞ്ഞ പോലെ കോളേജിൽ ക്ലാസ് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ വർക്കിൽ നമുക്ക് ജോലി കട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതേ സാലറി കട്ടായ പിന്നെ നമ്മൾ എന്തിന്? സത്യം പറഞ്ഞാൽ ഇപ്പൊ ജോലിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ ഇച്ചിരി വിലയിലുള്ളത്. അതറിയാമോ? വൃത്തിയാണ് മിക്കവരുടെ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഞങ്ങള് ചെറിയ ഡാൻസിന്റെ വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സിസ്റ്ററിന്റെ കല്യാണത്തിന്റെ കുറച്ച് വീഡിയോസ് ഇടും. പക്ഷെ എനിക്കറിയില്ല ആൾക്കാർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോ നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്താൽ ഞങ്ങൾ പറ്റുന്ന പോലൊക്കെ വീഡിയോ എടുത്തു തരും. ഞങ്ങളുടെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കഴിഞ്ഞതിന് ശേഷം അതാണ് ജോബ് കഴിയുന്നു, വരുന്നു, വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, പിന്നെ ഓഫീസിൽ പോകുന്നു. റൗണ്ട് ഉറക്കം. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യാനിരിക്കുമ്പോൾ വേറെ പ്രശ്നം എന്ന് വെച്ചാല് നമുക്കിപ്പോ വീഡിയോ എല്ലാം സെറ്റ് ആയിരിക്കും. പക്ഷെ എന്താണ്, നമുക്ക് പറ്റിയ പാട്ട് കിട്ടില്ല. അഥവാ പറ്റിയ പാട്ട് കിട്ടിയാലോ അതൊരു ഡൗൺലോഡ് ആവത്തില്ല. അഥവാ ഡൗൺലോഡ് ആയാൽ അതൊരു വീഡിയോ ഇട്ടാലോ അത് കോപ്പിറൈറ്റും വരും. അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ കുറച്ചത്. ഞാൻ മനസ്സിലായോ? അറിവുകൾ കിട്ടിയത്. എല്ലാരും ആശ്രയിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് യൂട്യൂബ് തുടങ്ങിയത്. ഒന്നില്ല, എനിക്കൊരു സന്തോഷം, ഒരു സന്തോഷം. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ടൈമിലാണ് യൂട്യൂബ് തുടങ്ങിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് റൂമിൽ കിട്ടിയ പിള്ളേർ അതിനേക്കാൾ വലിയ പിള്ളേരായത് കൊണ്ടാണ് ഞാനിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിത് എന്നേ നിർത്തിയാണ്. അല്ലെങ്കിൽ കണ്ടന്റ് പോലും കിട്ടത്തില്ലായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴേ പറയും ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പം, റീൽസ് അയക്കാൻ വേണ്ടിയുള്ളൊരു ഗ്രൂപ്പ്. അപ്പൊ അല്ല നമ്മൾ റീൽ അയച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഫസ്റ്റ് ഡേ ഞങ്ങൾ കണ്ട അന്ന് തന്നെ ഞങ്ങളിട്ട് അതില് വലിയ രസം എന്ന് പറഞ്ഞാല് ഞാൻ ഞായറാഴ്ച രാത്രി വന്നു, ഇവിടെ അന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വന്നു. ഞങ്ങൾ 3 പേരും തമ്മിൽ നേരിട്ട് ഒരു പരിചയവും ഇല്ല.
പക്ഷേങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും എല്ലാവരും ഞങ്ങളോട് വന്നിരിക്കും, നിങ്ങൾക്കൊക്കെ നേരത്തെ അറിയാമല്ലേ, മീൻസ് അതുപോലത്തെ ബോണ്ടാണ് ഞങ്ങളുടെ. അത് പണ്ട് ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സെയിം മെന്റൽ ഡിസോർഡർ ഉള്ള കൂട്ടുകാരികളെ കിട്ടി ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യൂ ഗൈസ്, നിങ്ങളുടെ കൂട്ടുകാരികളെ. നോട്ടിഫിക്കേഷൻ വരുന്നു. ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ചാനല് അടിച്ചു പൊട്ടിക്കാം. ബൈ.